ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സവാള, ചുവന്നുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സോയാബീൻ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സോയാബീൻ വെച്ചിട്ട് നമുക്കൊരു മസാലക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ചട്ടി അടപ്പയിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ ലേശം കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ചുവന്നുള്ളിയും സവാളയും രണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി മാത്രം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലിപ്പം ചുവന്നുള്ളി വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു സവാളയും കൂടെ എടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുമ്പോൾ ചുവന്നുള്ളി മാത്രമായിട്ട് എടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. മുളക് പൊടിയും കൂടെ നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇറച്ചിക്കൊക്കെ ചേർക്കുന്ന മീറ്റ് മസാലയില്ലേ, ആ മസാല. ഞാൻ ചേർത്തപ്പോൾ ഇച്ചിരി കൂടുതൽ ചേർത്തതാണ്. ഞാൻ ആദ്യം ചേർത്തപ്പോൾ ഇച്ചിരി കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ലേശം കൂടെ ചേർത്തു. നന്നായിട്ട് ഇളക്കി ഈ മസാലകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളി അരിഞ്ഞു വെച്ചതാണ്. നന്നായിട്ട് ഈ തക്കാളി ഇതിനകത്തേക്ക് പിടിക്കണം. വെന്ത് ഉടഞ്ഞ് വരണം തക്കാളി. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെക്കാമേ. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. ഇതിനങ്ങനെ ഭയങ്കര വേവൊന്നുമുള്ള സാധനമൊന്നുമല്ല. തുറന്ന് നോക്കിയിട്ടുണ്ട്, നല്ലൊരു തിള വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിച്ച് കുറുക്കിയെടുക്കാവേ. ഇനിയിപ്പോൾ അടച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.